അവിടുത്തെ ശഫാഅത്ത് ശരിക്കും കിട്ടാൻ പോകണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് കൂട്ടിയില്ല. ഈ ജൂതൻ അബൂ ഹുറൈറ ബുഖാരിയിലോ മുസ്ലിമിലോ മുഹമ്മദ് റസൂലുള്ളാഹ് എന്നവിടെ പറഞ്ഞില്ല. എന്താ പറയാതിരിക്കാൻ കാരണം? മുഹമ്മദ് റസൂലുള്ളാഹ് എന്നും കൂടിയും പറഞ്ഞവർക്ക് ശഫാഅത്ത് ഉള്ളൂ എന്ന് പറഞ്ഞാൽ ജൂതന്മാർക്ക് ഒരൊറ്റ ഒന്നിനും ശഫാഅത്ത് ഇല്ല എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ജൂതന്മാർക്കൊക്കെ ശഫാഅത്ത് ഉണ്ടെന്നായി. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവർക്കൊക്കെ ശഫാഅത്തിന്റെ ആനുകൂല്യം കിട്ടും, സ്വർഗത്തിൽ കടക്കാം എന്ന് പറഞ്ഞാൽ ലോകത്ത് മുഹമ്മദ് റസൂലുള്ളാഹി ഇല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചെല്ലണം, നമ്മളെക്കാൾ ചെല്ലുവർ. അപ്പൊ അങ്ങനത്തെ ജൂതന്മാരൊക്കെ സ്വർഗത്തിൽ കിടക്കുന്നു കിട്ടും. ലാ ഇലാഹ മങ്കാല ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് മങ്കാല ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് കൂട്ടി പറഞ്ഞാലോ ഒരൊറ്റ ജൂതൻ സ്വർഗത്തിൽ കടക്കൂലെന്നും കിട്ടും. ഇത് അബൂ ഹുറൈറക്കറിയാ. അവിടുന്ന് കേട്ടു. ബുഖാരി മുസ്ലിം അത് അവിടുന്ന് കേട്ടു. മുഹമ്മദ് റസൂലുള്ളാഹ് കേട്ടു. പിന്നീട് പറഞ്ഞു ഉമിർതു അൻ ഉഖാതില الناس حتى يشهدوا ان لا اله حتى يقولوا ان لا اله الا الله حتى يقولوا ان لا اله الا الله ഉമിർതു അൻ ഉഖാതില الناس എല്ലാവരോടും യുദ്ധം ചെയ്യാൻ വേണ്ടി എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. ആര്? അബൂ ഹുറൈറ പറയുന്ന ഹദീസ് ബുഖാരിയിലും മുസ്ലിമിലും അതാ. ഹത്താ യഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത് വരെ അത് പറഞ്ഞാൽ നിർത്തണം. അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് മുഹമ്മദ് റസൂലുള്ളാഹിയും കൂടി പറയണം എന്ന് പറഞ്ഞാൽ ജൂതന്മാർ ഒരൊറ്റ നില തലവാക്കിണ്ടാവില്ല. ഒറ്റ നില തലവാക്കിണ്ടാവില്ല. അപ്പൊ ഉമിർതു അൻ ഉഖാതില الناس ഹത്താ യഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത് വരേക്കും എന്നോട് യുദ്ധം ചെയ്യാൻ അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഹദീസ് ഉണ്ടാക്കി. എന്തിനാ അത് പറയാൻ കാരണം? ജൂതന്മാരുടെ ഒരൊറ്റൊന്നിന് തല പോകരുത്. മക്കാ മുശ്രിക്കീങ്ങളായിട്ടുള്ള ആൾക്കാർ, അവിടെ മറ്റുള്ള മുസ്ലിങ്ങളുണ്ടല്ലോ, സത്യത്തിൽ ഇല്ല കേട്ടോ, അത് വേറെ കാര്യം. ഇങ്ങനെ ആളെ കൊല്ലാൻ വേണ്ടി നബിക്ക് കൽപ്പന ഉണ്ടായിട്ടില്ല എന്നുള്ളത് വേറെ കാര്യം. പറയുന്നതൊക്കെ നുണയാണ്. ആ നുണയിൽ കൂടി പിന്നെയും വഞ്ചന. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലുന്നത് വരെ എന്നോട് യുദ്ധം ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചിട്ടുണ്ട്. മുഹമ്മദ് റസൂലുള്ളാഹിയും കൂടി ചെല്ലുവരെ എന്ന് അബൂ ഹുറൈറ പറയാതിരിക്കാൻ കാരണം ജൂതന്മാരെ നബിയുടെ വാളിൽ നിന്ന് ഒഴിവാക്കാനാ. ജൂതന്മാരോട് ആരോട് റസൂലുള്ളാഹി അവിടെ കെട്ടു. ഇതൊന്നും ചെറുതല്ല, ഇതിനേക്കാൾ വലിയത് കേട്ടുള്ളൂ. അബൂ ഹുറൈറ ജൂതനാണോ ജൂത മുനാഫിക്കാണോ എന്ന് മനസ്സിലാക്കാൻ ഏറ്റവും വ്യക്തമായ തെളിവുകൾ നോട്ടീസുകളിൽ കൂടി പ്രസിദ്ധീകരിച്ചു, ഗ്രന്ഥങ്ങളിൽ കൂടി പ്രസിദ്ധീകരിച്ചു. അയാൾ ഒറിജിനൽ ജൂതനാണെന്നുള്ളതിന്റെ ദശക്കണക്കിലുള്ള തെളിവുകൾ ബുഖാരി മുസ്ലിമിൽ ഇതാ. കേട്ടോളൂ, ഇനിയും കേട്ടോളൂ. പ്രബലമായ മറ്റൊരു തെളിവ് ഇസ്ലാം കാര്യം 5 എന്ന് പറഞ്ഞു. ഇസ്ലാം കാര്യം 5 എന്ന് പറഞ്ഞിട്ട് ഖുർആനിൽ കേട്ടോ, നമ്മളൊക്കെ 5 നമ്മളെ പഠിപ്പിച്ചത്. അപ്പൊ ഇസ്ലാം കാര്യം 5 എന്ന 5 ആവട്ടെ, ശരി. അബൂ ഹുറൈറ ഇസ്ലാം കാര്യം 5 എണ്ണട്ടെ, എണ്ണി എണ്ണി. ഇസ്ലാം കാര്യം 5 എണ്ണി നോക്കുമ്പോ ബുഖാരിയും മുസ്ലിം എടുത്ത് നോക്കൂ. ബുഖാരിയിലും മുസ്ലിമിലും രണ്ടിലും അബൂ ഹുറൈറ ജിബ്രീൽ കൊണ്ട് വന്നു. അങ്ങനെ വന്നിട്ട് നബിന്റെ മുമ്പിൽ ഇരുന്നു, കാലോട് ചേർത്തു, മുട്ടോട് ചേർത്തു. എന്നിട്ട് ഇസ്ലാം മൽ ഈമാൻ എന്നൊക്കെ നബിയോട് ചോദിച്ചു. അങ്ങനെ നബി ഇസ്ലാം കാര്യം വിരിച്ചു കൊടുത്തു. എങ്ങനെ വിരിച്ചു കൊടുത്ത്? ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ അർത്ഥമാണ് പറഞ്ഞു. അവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ അർത്ഥം പറഞ്ഞു. ബുദ്ധി കൊടുത്ത് ചിന്തിക്കേണ്ട സ്ഥലം അതൊക്കെ കേട്ടോ. മൂപ്പര് ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ അർത്ഥം വെച്ചു. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് ഈന്നാട് പറഞ്ഞാൽ പോരെ. ഇസ്ലാംകാരി എണ്ണ എല്ലാവരും ശ്രദ്ധിക്കും. മുഹമ്മദ് റസൂലുള്ളാഹി വരണുണ്ടോ ഇല്ലയെന്ന് എല്ലാവർക്കും അത് ശ്രദ്ധ വരും. അതുകൊണ്ട് ഇവിടെ ഒരു കസറത്തിൽ കൂടി മുഹമ്മദ് റസൂലുള്ളാഹി കക്കണം. അതിന് അബൂ ഹുറൈറ ചെയ്ത പണി എന്താണെന്ന് അറിയോ? ഇസ്ലാം കാര്യത്തിൽ ഒന്നാമത്തത് അൻതഅബ്ദുല്ലാഹ വലാ തുശ്രിക ബിഹി ഷൈഅ. അപ്പോ ഈ അറാബികൾക്ക് അവിടുന്ന് ഇവിടുന്ന് അറാബികൾ മാത്രമല്ല അനർബികളായ അറാബികളുണ്ടേല്, അവർക്കിപ്പോ 2 എണ്ണി കഴിഞ്ഞു എന്ന് വിചാരിക്കും. അൻതഅബ്ദുല്ലാഹ വലാ തുശ്രിക ബിഹി ഷൈഅ. 2 വാചകമായി. മൂന്നാമത്തെ വതുഖീമസ്സലാത്ത, നിസ്കാരം നിലനിർത്തുക. 4-മത്തെ വതുത്തിയ സക്കാത്ത, സക്കാത്ത് കൊടുക്കുക. ഇപ്പൊ 4 ആയി. ഉണ്ടായപ്പോ ഇപ്പൊ 4 ആയി. എന്നെപ്പണ്ടായത് ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ അർത്ഥം പറഞ്ഞിട്ട് മുഹമ്മദ് റസൂലുള്ളാഹി കട്ടു. ആര്? അബൂ ഹുറൈറ. ബുഖാരി മുസ്ലിം എടുത്ത് നോക്കൂ. ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ അർത്ഥം പറഞ്ഞിട്ട് ബുഖാരിയിലും മുസ്ലിമിലും ഇസ്ലാംകാരൻ എണ്ണുന്ന അവസരത്തിൽ ഇയാൾ മുഹമ്മദ് റസൂലുള്ളാഹി കട്ടു. എന്നിട്ട് സക്കാത്ത ഷഹാദത്ത് കഴിഞ്ഞിട്ട് പിന്നെ വേഗം ലാ ഇലാഹ ഇല്ലല്ലാഹ് കഴിഞ്ഞിട്ട് വേഗം ഇറങ്ങിയത് വതുഖീമസ്സലാത്ത. മുഹമ്മദ് റസൂലുള്ളാഹി ഇല്ല, ബുഖാരിയിലും ഇല്ല, മുസ്ലിമിലും ഇല്ല. അത് കേട്ടു. അവിടുന്ന് പോയിട്ട് പിന്നെ നിസ്കാരം പറഞ്ഞു. അപ്പൊ 2 ആയുള്ളൂ. 1ന്റെ പകുതിയും 2 1.5. സക്കാത്തും പറഞ്ഞു. അപ്പൊ എത്രയായി? 2.5. നോമ്പും പറഞ്ഞു 3.5. ഇനി ഒരു 1.5 പറയാണ്ട്. ആരാദ്യം തന്നെ പോയി. പിന്നെ ഇനി ഒന്നുണ്ട്, ഹജ്ജ്. ഈ ഹജ്ജ് അബൂ ഹുറൈറ പറയില്ലേ? പറയില്ല. ബുഖാരി മുസ്ലിം എടുത്ത് നോക്കൂ. ജൂതന്മാർക്ക് ഹജ്ജ് ഹറാമ. ജൂതന്മാർക്ക് ഹജ്ജ് ഹറാമ. നമ്മുടെ മക്കത്തേക്ക് അവിടെ വരാൻ പാടില്ല.
അതുകൊണ്ട് ജൂതന്മാർ സമ്മതിക്കാത്ത ഹജ്ജ് അബൂ ഹുറൈറയുടെ വായിലൂടെ ഇസ്ലാംകാരം എന്ന സമയത്ത് പോലും അയാൾ പറഞ്ഞില്ല. ഇസ്ലാംകാര്യം പഠിപ്പിച്ചാല് 1.5 കെട്ടു, ആദ്യം 5 കെട്ടു, പിന്നെ 5 1.5 കെട്ടു. ഇപ്പൊ 3.5 ഇസ്ലാംകാരിയാണ് അബൂ ഹുറൈറന്റേതായിട്ട് ബുഖാരിയിലും മുസ്ലിമിലുള്ളത്. ഇത് നോക്കിയാ കാണാ, നോക്കി അതൊക്കെ അച്ചടിച്ചു കൊടുത്തു. മിണ്ടുന്നില്ല, ഇവിടുത്തെ ബടാലിമുകൾ മിണ്ടുന്നില്ല, നെതുവത്തിന്റെ ജമാഅത്തിന്റെ സമസ്തന്റെ ഒരാളും മിണ്ടുന്നില്ല. മിണ്ടാതിരുന്നോണ്ട് ഇവിടെ കാര്യം ശരിയാവും. ഈ സംഗതി പുറത്തു വരൂലേ? വന്നു. അപ്പൊ അബൂ ഹുറൈറ മുഹമ്മദ് റസൂലുള്ളാഹി എന്നുള്ള ഷഹാദത്ത് നടത്തി കട്ടതായിട്ട് ബുഖാരിയിലും മുസ്ലിമിലും ഇതാ ഇസ്ലാംകാര്യം എണ്ണിയെടുത്ത് പോലും ഹജ്ജ് പോലും അയാൾ കട്ടു എന്ന് പറഞ്ഞു നോക്കുമ്പോ, ഹജ്ജ് ഓരോരോ കൊല്ലം ഹജ്ജ് ചെയ്താൽ പിന്നെ അന്ന് പെറ്റ കുട്ടിനെ പോലെ ആയിത്തീരും, അത്രയും പരിശുദ്ധനായിത്തീരും എന്നൊക്കെ ഉണ്ടല്ലോ. അന്ന് പെറ്റ കുട്ടിനെ പോലെയാണ് ഹജ്ജ് ചെയ്താൽ എല്ലാ പാപം പൊറുക്കുന്ന അബൂ ഹുറൈറ തന്നെ പറഞ്ഞിരിക്കണ്. എന്താ പറയാൻ കാരണം എന്ന് പറയും? അതിനും കാരണമുണ്ട്. ഈ കള്ളന്മാര് എന്ത് ചെയ്യുകയാണെങ്കിലും, കള്ള വഞ്ചകൻ വന്നിട്ട് നമ്മൾക്കൊരു ഗ്ലാസ് ചായ പഠിച്ചു വന്നാൽ അതിൽ 2 ചായ പറ്റിക്കലർ. ഒരു വഞ്ചകനാണെങ്കിൽ, ആത്മാർത്ഥമുള്ളവരാണെങ്കിൽ ഒരു ഉദ്ദേശം ഉണ്ടാവില്ല, ഒരു സംസ്കാരം കാണിച്ചതാ. ഒരു വഞ്ചകനോ കള്ളനോ ആണ് നമ്മളെ സൽക്കരിക്കുന്നെങ്കിൽ ഉറപ്പിക്കാതിന്റെ പിന്നിൽ എന്തുകൊണ്ട് എന്നതുപോലെ ഇയാള് ഹജ്ജിനെ പറ്റി പിന്നെ പുണ്യം പറഞ്ഞ കാര്യമുണ്ട്. മൻ ഹജ്ജ വലം യർഫുത് വലം യഫ്സുഖ് ഖറജ കയൗമ വലദതുഹു ഉമ്മുഹു. ഹജ്ജ് ചെയ്താൽ അന്ന് പ്രസവിച്ച കുട്ടിനെ പോലെ തന്നെ ശുദ്ധിയായിട്ടുണ്ട് വരുന്ന അബൂ ഹുറൈറ പറഞ്ഞ ഹദീസുണ്ട്. ഇസ്ലാം കാര്യം 5 പറഞ്ഞപ്പോ അവിടുന്ന് ഹജ്ജ് കട്ട അബൂ ഹുറൈറ പിന്നെ ഹജ്ജിന്റെ പുണ്യങ്ങളോട് പുണ്യം പറയലായി. എന്താ കാരണം? മുആവിയ വാണിംഗ് കൊടുത്തു. അപ്പഴേ എന്റെ ആ കളി ഇവിടെ പറ്റൂല കേട്ടോ. ഇപ്പൊ നമ്മളെ ഹജ്ജിമ തൊടാൻ പോണ്ട, നമ്മൾക്ക് ആകെയുള്ള വരുമാനാണത്. നമ്മളെ ഹജ്ജാജികൾ ഇവിടെ ലോകത്തുള്ള മുസ്ലിമീങ്ങളൊക്കെ ഹജ്ജ് ചെയ്തിട്ട് വേണം നമ്മൾക്കിവിടെ നിലനിൽക്കാൻ. അതുകൊണ്ട് എനിക്ക് ഹജ്ജ് പറയാൻ കുറച്ച് മടിയുണ്ടില്ലേ, വേഗം ഹജ്ജിന്റെ പ്രചരണം ആരംഭിച്ചോ എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം പള്ളിയിൽ വന്നിട്ട് വിളിച്ചു പറഞ്ഞു, മൻ ഹജ്ജ ഒരുത്തൻ ഹജ്ജ് ചെയ്താൽ അന്ന് പ്രസവിച്ച കുട്ടിനെ പോലെ അത് പുറത്തിയാടിയുന്ന ഒരു ദോഷം പിന്നെ അവന്റെ ദേഹത്തുണ്ടാവില്ല, അവന്റെ റിക്കാർഡുണ്ടോ, അത്ര ശുദ്ധിയായിന്ന്. പിന്നെ നോണങ്ങട്ട് അടിച്ചു വിട്ടു. 2ാം ഹജ്ജും 3ാം ഹജ്ജും 2ഉം ഹജ്ജും 3ഉം ഒക്കെ ചെയ്ത ആൾക്കാർ നമ്മളെ കൂടുതലുണ്ട് കേട്ടോ. അല്ല ഇവിടെ ഉണ്ടെന്നല്ല, കേരളത്തിൽ ധാരാളം ഉണ്ട്. അതൊക്കെ ആത്മാർത്ഥമായിട്ട് ചെയ്തവരായിരിക്കും, അവർക്ക് അതിൻ്റെതായ പ്രതിഫലം ഉണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാം. പക്ഷെ മേലിൽ 2 ചെയ്യുന്നതിനെ പറ്റി ചിന്തിക്കണ്ട. അതിനെക്കാണ് നല്ല കാര്യം അള്ളാഹ് പറഞ്ഞവിടെ വരണ്ട്, അതിനെക്കാണ് നല്ല കാര്യം പറഞ്ഞു വരണ്ട്. അപ്പൊ മൂപ്പര് കൊല്ലും തോറും ഹജ്ജിന് വേണ്ടിയിട്ട് പ്രസംഗിച്ച് മുആവിയാന്റെ വാക്ക് കേട്ടിട്ട്, മുആവിയാന്റെ പ്രേരണ പ്രകാരം ഹജ്ജിന്റെ വരുമാനം കൊണ്ടാണ് അന്നത്തെ നിലനിൽപ്പ് തന്നെ. ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഹജ്ജ് കൊണ്ടാണ് മക്കത്തുള്ള ആൾക്കാരുടെ നിലനിൽപ്പ്. അപ്പൊ അത് മുടങ്ങും. ഇസ്ലാം കാര്യത്തിൽ നിന്ന് ഹജ്ജ് കെട്ടാൽ പിന്നെ ഹജ്ജിന് അടിയില്ലൂല. അബൂ ഹുറൈറ ഫ്ലൈറ്റ് മാറ്റി പറയിപ്പിച്ചു, ഹജ്ജാണ്ട് വർദ്ധിച്ചു. എന്നാലോ ഈ ചങ്ങായി ഹജ്ജിന് പോവോ? അരെ ഈ അബൂ ഹുറൈറ ഹജ്ജ് ചെയ്യോ? അതാ രസം. ഇയാൾ എന്ത് കപടനാണെന്നറിയോ? ഇയാള് ഹജ്ജ് ചെയ്യാൻ പോവില്ല. നബിന്റെ കൂട്ടത്തിൽ ഒരു ഹജ്ജിന് പോയതല്ലാതെ എല്ലാ കൊല്ലും ഹജ്ജിന് ഇങ്ങനെ ആളെ വിട്ടുകൊടുക്കും. മൂപ്പര് ഹജ്ജിന് പോവില്ല. ഇതാരെഴുതി? മുഹമ്മദ് ബിൻ സഅദ് അൽ ബസ്രി എന്ന് പറയുന്ന പ്രഗത്ഭനായ അബൂ ഹുറൈറ പ്രകൃതി അല്ലാത്ത ഒരു ഹദീസ് പണ്ഡിതൻ അത് എഴുതി വെച്ചിരിക്കുന്നു തബഖാത്ത് ബിൻ സഅദില്. മൂപ്പര് ഹജ്ജിന് പോവില്ല. കാരണം ചോദിച്ചാൽ പറയും, ഉമ്മാക്ക് സുഖമില്ല. എറണാകുളത്തേക്ക് സെമിനാറിന് വിളിച്ച മാതിരി ഞാൻ ചികിത്സയിലാണെന്ന് പറഞ്ഞില്ലേ മൗലവിയൊക്കെ എന്നപോലെ. ഉമ്മാക്ക് സുഖമില്ല, എല്ലാ കൊല്ലം ഉമ്മാക്ക് സുഖമില്ല. അതുകൊണ്ട് ഹജ്ജിന് പോവില്ല. 2ാം ഹജ്ജിന് മൂപ്പര് പോവില്ല. എല്ലാവരും 2ാം ഹജ്ജിന് പോകും വേണം. ഒക്കെ പോട്ടെ, ഹജ്ജ് നിസ്കരിക്കാൻ വേണ്ടി ഇത്രയൊക്കെ ഹദീസൊക്കെ കെട്ടിപ്പറഞ്ഞ ആള് ആകാശത്തേക്ക് അള്ളാഹ് ഇറങ്ങി വരണമെന്നൊക്കെ പറഞ്ഞ അബൂ ഹുറൈറ ഒരൊറ്റ ദിവസം ഹജ്ജ് നിസ്കരിച്ചില്ല കേട്ടോ.